ഘടകനുമായി നാറ്റോ. എന്നാൽ മർമ്മത്തടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് റഷ്യ. നാറ്റോയുടെ പതനത്തിന് തുടക്കം കുറിച്ച് റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന ഫിൻലാൻഡിൽ റഷ്യ സൈനിക വിന്യാസം ആരംഭിച്ചതോടെ നാറ്റോയുടെ ജാതകം മാറി തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് കൂടി വന്നതോടെ നാറ്റോയുടെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊട്ടുമില്ല. നാറ്റോയെ ശീതയുദ്ധ കാലഘട്ടത്തിന്റെ അവശിഷ്ടമായി മാത്രം കാണുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്വാർത്ഥ താൽപര്യങ്ങൾ മാത്രം കണക്കിലെടുത്ത് റഷ്യയുടെ കൈപിടിച്ചതോടെ ഇരുട്ടിലായത് നാറ്റോ രാജ്യങ്ങളാണ്. അമേരിക്ക ചുവടുമാറിയെങ്കിലും റഷ്യയോടുള്ള ദേഷ്യവും കോപവും ഒന്നും അടക്കാനാകാതെ പിന്നെയും റഷ്യൻ വിരുദ്ധത തലയിൽ വെച്ച് ജീവിക്കുകയാണവർ. എന്നാൽ നാറ്റോ രാജ്യമായ ഫിൻലൻഡിൽ പോലും റഷ്യ അധികാരമുറപ്പിച്ചു എന്നത് നാറ്റോയ്ക്ക് കിട്ടിയ വലിയ തിരിച്ചടിയാണ്. 2023 ഫിൻലൻഡ് നാറ്റോയിൽ അംഗമാകുന്നത്. തലമുറകളായി നാറ്റോയുടെ ചാലക ശക്തിയായിരുന്നു അമേരിക്കയെങ്കിലും രണ്ടാം ടേമിൽ ട്രംപ് സൈനിക സഖ്യത്തിൽ നിന്ന് പിൻവാങ്ങുകയും നാറ്റോ രാജ്യങ്ങളെ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. എല്ലാം കൊണ്ടും നാറ്റോ രാജ്യങ്ങൾക്ക് ഇപ്പോൾ കണ്ടകശനിയാണെന്ന് തുറന്നു പറയാവുന്നതാണ്. എന്താണ് നാറ്റോയുടെ പുതിയ പദ്ധതി എന്നല്ലേ നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നാറ്റോയും റഷ്യയും തമ്മിലുള്ള പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയുമെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. റഷ്യയെ എങ്ങനെയെങ്കിലും വലിച്ചു താഴെയിടണമെന്ന ആഗ്രഹവുമായിട്ടാണ് പാശ്ചാത്യ രാജ്യങ്ങൾ കഴിയുന്നത് പോലും. ഉപരോധങ്ങളിൽ പെടുത്തി റഷ്യയെ തകർക്കാമെന്ന് കരുതിയെങ്കിലും അതൊന്നും അവിടെ ഏൽക്കില്ലെന്ന് മനസ്സിലായതോടെ പുതിയ അടവുമായി എത്തിയിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ. എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നതിനും എത്രയോ മുകളിൽ നിന്ന് കാര്യങ്ങൾ ചിന്തിക്കാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുമൊക്കെ പ്രാപ്തിയുള്ള ഭരണാധികാരിയാണ് ഇന്ന് റഷ്യ ഭരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പുടിനെ എത്ര പ്രകോപിപ്പിച്ചിട്ടും ഒരു കാര്യവുമില്ല എന്ന തിരിച്ചറിവിൽ മറ്റെന്തൊക്കെയോ ചെയ്യാൻ തിടുക്കം കാണിക്കുകയാണവർ. അതിന്റെ ഭാഗമായി ഇപ്പോൾ റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റിനെയാണ് രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത്. പാശ്ചാത്യ ഉപരോധങ്ങൾ മറികടക്കാനും ക്രൈംലിന്റെ എണ്ണ വരുമാന സ്രോതസ്സുകൾ നിലനിർത്താനും ഉപയോഗിക്കുന്ന പഴയ കപ്പലുകളുടെ ഒരു വലിയ രഹസ്യ ശൃംഖലയാണ് റഷ്യയിലെ എണ്ണ ടാങ്കറുകളുടെ ഷാഡോ ഫ്ലീറ്റ്. ഷാഡോ ഫ്ലീറ്റിൽ പ്രവർത്തിക്കുന്ന 189 കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് യൂറോപ്യൻ യൂണിയൻ എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ലോകമെമ്പാടും റഷ്യൻ എണ്ണ രഹസ്യമായി കടത്താൻ ഉപയോഗിക്കുന്ന ടാങ്കറുകളുടെ രഹസ്യ ശൃംഖലയായ ഷാഡോ ഫ്ലീറ്റിൽ നേരത്തെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെല്ലാം പാളിപ്പോയെന്ന് കണ്ടാണ് പുതിയ ഉപരോധവുമായുള്ള യൂറോപ്യൻ യൂണിയന്റെ രംഗപ്രവേശം. ഇതുവരെ ഏർപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ഉപരോധമെന്നാണ് യൂറോപ്യൻ യൂണിയൻ ഇതിനെ വിശേഷിപ്പിച്ചത്. റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റിൽ പഴയ രഹസ്യ കപ്പലുകളാണ് ഉൾപ്പെടുന്നത്. കൂടുതലും എണ്ണ ടാങ്കറുകളുമാണ്. ഗവൺമെന്റ് പാശ്ചാത്യ ഉപരോധങ്ങൾ മറികടന്ന് ലോകമെമ്പാടും രഹസ്യമായി എണ്ണ കയറ്റുമതി ചെയ്യാൻ ഇവ ഉപയോഗിക്കുന്നു. ഈ കപ്പലുകൾ പലപ്പോഴും അവയുടെ നീക്കങ്ങൾ രഹസ്യമാക്കി വെക്കുകയും ഇടയ്ക്കിടെ പതാകകൾ മാറ്റുകയും വ്യാജ പേരുകളിലോ ഉടമസ്ഥതയിലോ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ട്രാക്ക് ചെയ്യപ്പെടാത്തതും ശരിയായി രജിസ്റ്റർ ചെയ്യാത്തതും അന്താരാഷ്ട്ര ഷിപ്പിംഗ് നിയമങ്ങൾക്ക് പുറത്തുമുള്ളതുമായ നിഴലുകളിൽ പ്രവർത്തിക്കുന്നതിലാണ് അവയെ ഷാഡോ ഫ്ലീറ്റ് എന്ന് വിളിക്കുന്നത്. 2022 റഷ്യയുടെ ഉക്രൈനിലേക്കുള്ള പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിന് ശേഷം പടിഞ്ഞാറൻ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ കർശന ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഉക്രൈനിലെ യുദ്ധത്തിന് റഷ്യ പണം കണ്ടെത്തുന്നത് എണ്ണയിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉപരോധങ്ങളെ അവഗണിച്ച് എണ്ണ വിറ്റ് പണം സമ്പാദിക്കുന്നത് തുടരാൻ റഷ്യ ഈ ഷാഡോ ഫ്ലീറ്റ് ഉപയോഗിക്കാൻ ആരംഭിച്ചു. ഈ കപ്പലുകൾ അന്താരാഷ്ട്ര ഷിപ്പിംഗ് നിയമങ്ങൾ പാലിക്കുന്നില്ല. കൃത്യമായി വഴികൾ മനസ്സിലാക്കുന്നതിന് ഇവ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഷാഡോ ഫ്ലീറ്റ് രഹസ്യമായി നീങ്ങുമ്പോൾ ഈ സിഗ്നൽ ഓഫാക്കും. ഈ ടാങ്കറുകളിൽ പലതും 15 വർഷത്തിലേറെ പഴക്കമുള്ളതും ഗ്രീസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതുമാണ്. നിയന്ത്രണങ്ങൾക്കിടയിലും ഷാഡോ ഫ്ലീറ്റ് പ്രവർത്തനങ്ങളിൽ നിന്ന് റഷ്യ ലാഭം നേടുന്നത് തുടർന്നു വരികയാണ്. എണ്ണ ഇപ്പോഴും രാജ്യത്തിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സുകളിൽ ഒന്ന് തന്നെയാണ്. കൂടാതെ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ വിലപരിധികൾക്കിടയിലും കയറ്റുമതി നിലനിർത്താൻ ഷാഡോ ഫ്ലീറ്റ് രാജ്യത്തെ പ്രാപ്തമാക്കുന്നുണ്ട്. അതായത് ആഗോള എണ്ണ വിലയിലെ വർധനവും ഉപരോധങ്ങൾ മൂലമുണ്ടായ സാമ്പത്തിക നാശനഷ്ടങ്ങളും നികത്താൻ റഷ്യ ഇത് വല്ലാതെ സഹായിച്ചു. ഈ എണ്ണയുടെ ഭൂരിഭാഗവും ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളാണ് വാങ്ങുന്നതൊക്കെ. പാശ്ചാത്യർ ഒരുക്കിയ ഉപരോധം എന്ന കെണിയിൽ വീഴാതെ വളർച്ചയുടെ പാതയിൽ സഞ്ചരിക്കുന്ന റഷ്യയുടെ കൂടെ ഫിൻലാൻഡ് കൂടി നിൽക്കുന്നത് നാറ്റോയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. 2023 ഏപ്രിലിൽ ഫിൻലാൻഡ് നാറ്റോയിൽ ചേർന്നത് വടക്കൻ യൂറോപ്പിന്റെ സുരക്ഷാ ചലനാത്മകതയിൽ ഒരു പ്രധാന മാറ്റത്തെ തന്നെ അടയാളപ്പെടുത്തിക്കൊണ്ടായിരുന്നു. ഈ നീക്കം നാറ്റോയുടെ കിഴക്കൻ ഭാഗത്തെ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം റഷ്യയുമായുള്ള പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് പ്രാദേശിക സ്ഥിരതയും സഖ്യത്തിന്റെ ഐക്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്ന നിരവധി നടപടികളിലേക്ക് മോസ്കോയെ നയിക്കുകയായിരുന്നു. റഷ്യയുടെ
ചുറ്റുമുള്ള രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് നാറ്റോയുടെ ശക്തി റഷ്യൻ മേഖലയിലേക്ക് വളർന്നതോടുകൂടിയാണ് റഷ്യൻ പ്രസിഡന്റിന്റെ നിലപാട് മാറുന്നത്. ഫിൻലൻഡിന്റെ നാറ്റോ അംഗത്വത്തിന് മറുപടിയായി ഫിന്നിഷ് അതിർത്തിക്ക് സമീപം സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്താനുള്ള പദ്ധതികളാണ് റഷ്യ പ്രഖ്യാപിച്ചത്. വടക്കു പടിഞ്ഞാറൻ റഷ്യയിൽ ലെനിൻഗ്രാഡ് മിലിറ്ററി ഡിസ്ട്രിക്ട് എന്ന പേരിൽ ഒരു പുതിയ സൈനിക ജില്ല സ്ഥാപിക്കുമെന്നും പ്രദേശത്ത് കൂടുതൽ സൈനിക യൂണിറ്റുകൾ കേന്ദ്രീകരിക്കുമെന്നും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. നാറ്റോയുടെ വികാസത്തെ ചെറുക്കാനുള്ള റഷ്യയുടെ ഉദ്ദേശത്തെ ഈ വികസനം അടിവരയിടുകയും സൈനിക നിലപാടുകളിൽ വർധനവുണ്ടാക്കാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുകയും ചെയ്യുന്നതാണ്. പരമ്പരാഗത സൈനിക നടപടികൾക്ക് പുറമെ ഫിൻലൻഡിൽ സമ്മർദ്ദം ചെലുത്താൻ റഷ്യ ഹൈബ്രിഡ് യുദ്ധതന്ത്രങ്ങളാണ് പ്രയോഗിച്ചത്. 2023 അവസാനത്തോടെ ഫിൻലൻഡിന്റെ കിഴക്കൻ അതിർത്തിയിൽ അഭയാർത്ഥികളുടെ പെട്ടെന്നുള്ള ഒഴുക്ക് അനുഭവപ്പെടുകയുണ്ടായി. മേഖലയെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള മോസ്കോയുടെ ബോധപൂർവമായ നടപടികളാണ് ഇതിന് കാരണമെന്ന് ഹെൽസിങ്കി ആരോപിക്കുന്നുണ്ട്. പ്രതികരണമായി ഫിൻലൻഡ് നിരവധി അതിർത്തി ക്രോസിംഗുകൾ അടച്ചുപൂട്ടുകയും നിരീക്ഷണ സംവിധാനങ്ങളുള്ള 200 കിലോമീറ്റർ അതിർത്തി തടസ്സത്തിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ഫിൻലൻഡ് സൈബർ സുരക്ഷാ ഭീഷണികളും നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളും നേരിട്ട രാജ്യമാണ്. ഇവയ്ക്ക് റഷ്യൻ പങ്കാളികളുമായി ബന്ധമുണ്ടെന്നും സംശയിക്കപ്പെടുന്നു. 2024 ഡിസംബറിൽ എസ്റ്റോണിയയ്ക്കും ഫിൻലൻഡിനും ഇടയിലുള്ള എസ്റ്റ് ലിങ്ക് 2 സബ്മെറൈൻ പവർ കേബിളിൽ ആസൂത്രിതമല്ലാത്ത തകരാർ സംഭവിക്കുന്നുണ്ട്. ഇത് അതിർത്തി കടന്നുള്ള വൈദ്യുതി ശേഷി കുറയ്ക്കുകയാണ് ചെയ്തത്. ഒരു റഷ്യൻ ഷാഡോ ഫ്ലീറ്റ് ടാങ്കറായ ഈഗിൾ എസ് അതിന്റെ നങ്കൂരം വലിച്ചുകൊണ്ട് കേബിളിൽ കേടുപാടുകൾ വരുത്തിയതായിട്ടാണ് അന്ന് സംശയിക്കപ്പെട്ടിരുന്നത്. പിന്നീട് നടന്ന അന്വേഷണങ്ങളൊക്കെ ഇത് സാധൂകരിക്കുന്നത് തന്നെയായിരുന്നു. ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെ പ്രാദേശിക അടിസ്ഥാന സൗകര്യങ്ങളിലെ ദുർബലതകളെയും ആവശ്യ സേവനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനുള്ള ഹൈബ്രിഡ് ആക്രമണങ്ങളുടെ സാധ്യതയും എടുത്തു കാണിക്കുന്നതാണ്. ഈ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ നാറ്റോ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ജർമ്മനി ലിത്വാനിയയിൽ 45ാമത് ടാങ്ക് ബ്രിഗേഡിനെ വിന്യസിക്കുന്നതായി പ്രഖ്യാപിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ആദ്യത്തെ സ്ഥിരം വിദേശ വിന്യാസം കൂടിയാണിത്. കൂടാതെ ആക്രമണം തടയുന്നതിനുള്ള നാറ്റോയുടെ പ്രതിബദ്ധത പ്രകടമാക്കിക്കൊണ്ട് ഫിന്നിഷ് റഷ്യൻ അതിർത്തിക്കടുത്തുള്ള ലാപ്ലാൻഡിൽ ബ്രിട്ടീഷ് സൈന്യം ഉയർന്ന തീവ്രതയുള്ള അഭ്യാസങ്ങൾ നടത്തിയിട്ടുമുണ്ട്. സൈനിക സന്നാഹങ്ങൾ, ഹൈബ്രിഡ് യുദ്ധതന്ത്രങ്ങൾ, നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഫിൻലൻഡിലെ റഷ്യയുടെ സമീപകാല പ്രവർത്തനങ്ങൾ നാറ്റോയുടെ സുരക്ഷാ ചട്ടക്കൂടിന് കാര്യമായ വെല്ലുവിളികൾ ഉയർത്തിയിട്ടുണ്ട്. ഈ നടപടികൾ പ്രാദേശിക സ്ഥിരതയെ ഭീഷണിപ്പെടുത്തുക മാത്രമല്ല, സഖ്യത്തിന്റെ സന്നദ്ധതയും ഐക്യവും പരീക്ഷിക്കുക കൂടിയാണ് ചെയ്യുന്നത്. സംഘർഷങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നാറ്റോ അതിന്റെ തന്ത്രപരമായ നിലപാട് വർദ്ധിപ്പിക്കുകയും അടിസ്ഥാന സൗകര്യ പ്രതിരോധത്തിൽ നിക്ഷേപിക്കുകയും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഭീഷണികളിൽ നിന്ന് അംഗരാജ്യങ്ങളെ സംരക്ഷിക്കുന്നതിന് കൂട്ടായ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് ഇപ്പോൾ നാറ്റോ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. റഷ്യൻ ആക്രമണ സാധ്യതകളെ തടയുന്നതിനായി ഫിൻലൻഡ് തങ്ങളുടെ പ്രതിരോധ ശേഷി ഗണ്യമായി ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. 2023 ഏപ്രിൽ നാറ്റോയിൽ ചേർന്നതിന് ശേഷം ആർട്ടിക്കിൾ 5 പ്രകാരം സഖ്യത്തിന്റെ കൂട്ടായ പ്രതിരോധത്തിൽ നിന്ന് ഫിൻലൻഡ് പ്രയോജനം നേടുന്നുണ്ട്. 2,80,000 സൈനികരെ വരെ അണിനിരത്താനും യൂറോപ്പിലെ ഏറ്റവും വലിയ പീരങ്കി ആയുധ ശേഖരങ്ങളിലൊന്ന് നിലനിർത്താനും ലക്ഷ്യമിട്ട് ഫിന്നിഷ് പ്രതിരോധ സേന സന്നദ്ധത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആധുനികവൽക്കരണ ശ്രമങ്ങളിൽ 64 F-35A യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കുന്നതിനും ബഹുജന്മ ക്ലാസ് കോർവെറ്റുകൾ നിർമ്മിക്കപ്പെടുന്നതും ഉൾപ്പെടുന്നുണ്ട്. ഹൈബ്രിഡ് ഭീഷണികൾക്ക് മറുപടിയായി ഫിൻലൻഡ് അതിന്റെ കിഴക്കൻ അതിർത്തിയിൽ 200 കിലോമീറ്റർ നീളത്തിൽ നിരീക്ഷണ സംവിധാനങ്ങളുള്ള ഒരു വേലി നിർമ്മിക്കുന്നുണ്ട്. നാറ്റോ സഖ്യകക്ഷികളുമായി സംയുക്ത സൈനികാഭ്യാസങ്ങളിൽ രാജ്യം സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. പരസ്പര പ്രവർത്തനക്ഷമതയും തയ്യാറെടുപ്പും പ്രകടമാക്കുന്നതാണ് ഇതൊക്കെ. കൂടാതെ യുക്രൈനെ പിന്തുണയ്ക്കുന്നതിനായി ഫിൻലൻഡ് മരവിപ്പിച്ച റഷ്യൻ ആസ്തികളിൽ നിന്ന് 90 മില്യൺ യൂറോ അനുവദിച്ചിട്ടുണ്ട്. ഇത് പ്രാദേശിക സുരക്ഷയോടുള്ള പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നതാണ്. പ്രതിരോധ സംരംഭങ്ങൾക്കുള്ള ശക്തമായ പൊതുജന പിന്തുണയുമായി ചേർന്ന് റഷ്യയിൽ നിന്നുള്ള സാധ്യതയുള്ള ഭീഷണികൾക്കെതിരെ ഫിൻലൻഡിനെ ശക്തമായ പ്രതിരോധമായി നിലകൊള്ളുന്നുണ്ട്. എന്നാലും അപ്പുറത്തുള്ളത് റഷ്യയാണെന്ന് ഫിൻലൻഡിനെയും ഇപ്പോൾ ഫിൻലൻഡിനെ പിന്തുണയ്ക്കുന്ന നാറ്റോയ്ക്കും വലിയ തലവേദന തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.